വയനാട് ജില്ലയിലേക്ക് വഴി തുറക്കുന്ന ഒരു ചുരം, താമരശ്ശേരി ചുരമെന്നോ വയനാട് ചുരമെന്നോ വിളിക്കുന്ന 3 മലനിരകളിലായി സ്ഥിതി ചെയ്യുന്ന 12 കിലോമീറ്റർ നീളമുള്ള ഒരു അദ്ഭുത കാനനപാത. അതെ, അടിവാരത്തു നിന്ന് ലക്കിടി വരെ നീണ്ടുകിടക്കുന്ന കോഴിക്കോട് ജില്ലയെയും വയനാട് ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ഒരു ചുരത്തിൻ്റെ ജന്മരഹസ്യം. ഏകദേശം ലക്കിടി എത്തുന്നതോടുകൂടി സമുദ്രനിരപ്പിൽ നിന്നും 2500 അടി മുകളിലായി നമ്മളെ കൊണ്ടെത്തിക്കുന്നു ആ കാനനപാത. കോഴിക്കോട് ജില്ലയിലെ അടിവാരത്തു നിന്നു തുടങ്ങി വയനാട് ജില്ലയിലെ ലക്കിടി വരെ എത്തുന്ന 9 ഹെയർപിൻ വളവോടുകൂടിയ 2 ജില്ലകളെയും കോർത്തിണക്കുന്ന താമരശ്ശേരി ചുരത്തിൻ്റെ യഥാർത്ഥ ശില്പി ആരാണ്? തുടക്കത്തിൽ വയനാട് ഊരുമക്കളുടെ നേതാവായി, പിന്നീട് വയനാടിൻ്റെ ഭയമായി മാറിയവൻ, അതിനുശേഷം എല്ലാവരാലും ആരാധിക്കപ്പെടുന്നവനായി മാറിയ കരിന്തണ്ടൻ. കേരളത്തിലെ 12ാമത്തെ ജില്ലയായി 1980-ലാണ് വയനാട് ജില്ല ജനിക്കുന്നത്. വയനാടിന് ആ പേര് വന്നത് പല രീതിയിലാണ്. വയലുകളുടെ നാട് എന്ന അർത്ഥത്തിൽ വയൽനാട് പിന്നീട് വയനാടായെന്നും, അതല്ല വെയ്നാട്, അതായത് മുളകളുടെ നാട് അഥവാ വെയ്നാട് ലോപിച്ച് വയനാടായതാണെന്നും, അതുമല്ല കോഴിക്കോടിനും മൈസൂരിൻ്റെ ഇടയിലുള്ള വഴിനാട് പിന്നീട് വയനാടായതാണെന്നും പറയപ്പെടുന്നു. ടിപ്പു സുൽത്താൻ മലബാറിലെത്തിയത് കുറ്റ്യാടി വഴിയാണ്. ആ വഴിയെ തന്നെ തിരിച്ചു മൈസൂരിലേക്ക് പോവുക എന്നത് ബ്രിട്ടീഷുകാർക്ക് ഭയമായിരുന്നു. കാരണം ടിപ്പുവിൻ്റെ ഒളിപ്പോരാളികളെ അവർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് മൈസൂരിലേക്ക് മറ്റൊരു വഴി അവർ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഏക പോംവഴി കാട് കടക്കുക എന്നത് മാത്രമായിരുന്നു. അടിവാരത്തിനടുത്തുള്ള ചിപ്പിലിത്തോട് എന്ന ഗ്രാമമായിരുന്നു കരിന്തണ്ടൻ്റെ ജന്മനാട്. പണിയഗോത്ര മൂപ്പനായ കരിന്തണ്ടൻ ജീവിച്ചിരുന്നത് 17ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാതിയിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. പ്രകൃതിയോട് പടവെട്ടി നേടിയ കാരിരുമ്പിൻ്റെ കരുത്തുള്ള ശരീരം, തലമുറകളിൽ നിന്ന് കൈമാറി കിട്ടിയ ഗോത്രവർഗത്തിൻ്റെ അധികാര ചിഹ്നമായ വള വലം കൈയിൽ, ഗോത്ര അധികാരത്തിൻ്റെ പ്രതീകമായ പട്ട് ഇടത്തെ തോളിൽ, എണ്ണക്കറുപ്പും കരുത്തുറ്റ പേശികളുമുള്ള ഒരു യുവാവ്. താമരശ്ശേരി ചുരത്തിൻ്റെ നിർമ്മിതി നടത്തിയ കരിന്തണ്ടൻ എന്ന ഗോത്ര നേതാവ് ഇന്നും പണിയരുടെ പാട്ടുകളിൽ ജീവിക്കുന്നത് ഇങ്ങനെയാണ്. മലമടക്കിൽ നിന്ന് കന്നുകാലിക്കൂട്ടമായി മലയിറങ്ങി വരുന്ന കാട്ടുമൂപ്പൻ നാട്ടുകാരുടെയും നാട്ടുപ്രമാണിമാരുടെയും അത്ഭുതമായിരുന്നു. വയനാടൻ മലനിരകളിലെ സുഗന്ധവ്യഞ്ജനം കൊള്ളയടിക്കാൻ വഴി തേടി ബ്രിട്ടീഷുകാർ ആദ്യം സമീപിച്ചത് അടിവാരത്തെ പ്രമാണിമാരെയായിരുന്നു. എന്നാൽ കാടിനെ ദൂരെ നിന്ന് മാത്രം കണ്ടു പരിചയമുള്ള നാട്ടുപ്രമാണിമാർക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല. വയനാടൻ മലനിരകൾ കീഴടക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചതിന് പിന്നിൽ സാമ്പത്തിക നേട്ടം മാത്രമായിരുന്നില്ല ലക്ഷ്യം. മറിച്ച് മൈസൂരിലെ ടിപ്പു സുൽത്താൻ്റെ അടുത്ത് പടയോട്ടം നടത്താൻ വയനാടൻ മലനിരകൾ താണ്ടിയാൽ എളുപ്പമാണെന്ന് ബ്രിട്ടീഷുകാർ തിരിച്ചറിഞ്ഞിരുന്നു. അന്ന് ആ കാടുകളുടെ അധിപനായിരുന്നു കരിന്തണ്ടൻ. അങ്ങനെ കാടു താണ്ടി അപ്പുറം പോകാൻ നാട്ടുപ്രമാണിമാരുടെ മധ്യസ്ഥതയിൽ ബ്രിട്ടീഷുകാർ കരിന്തണ്ടനോട് സഹായം തേടി. തങ്ങളുടെ മണ്ണും മരവും തീണ്ടരുത് എന്ന ഉറപ്പിന്മേൽ കരിന്തണ്ടൻ മല കയറാൻ സഹായിക്കാമെന്ന് ബ്രിട്ടീഷുകാർക്ക് വാക്കു നൽകി. അങ്ങനെ കരിന്തണ്ടൻ മുൻപിലും ബ്രിട്ടീഷുകാർ പുറകിലുമായി മല കയറാൻ തുടങ്ങി. കരിന്തണ്ടൻ മിന്നൽ വേഗത്തിൽ മുന്നോട്ടു പോകുന്നതും കാട് കീഴടക്കുന്നതും ബ്രിട്ടീഷുകാർ അത്ഭുതത്തോടെ നോക്കി നിന്നു. അദ്ദേഹത്തിൻ്റെ രീതി തികച്ചും വ്യത്യസ്തമായിരുന്നു. കന്നുകാലിക്കൂട്ടങ്ങളെ മുന്നോട്ട് വിട്ട് അതിനു പുറകിൽ കുതിച്ചു വഴിയുണ്ടാക്കി. തൻ്റെ കയ്യിലെ വടി ഉപയോഗിച്ച് വലിയ വലിയ ചെടികൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് അദ്ദേഹം കുതിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തോടൊപ്പം എത്താൻ ബ്രിട്ടീഷുകാർ നന്നായി പണിപ്പെട്ടു. വന്യജീവികളുടെ സാന്നിധ്യം ഗന്ധം കൊണ്ട് മനസ്സിലാക്കിയ കരിന്തണ്ടൻ പ്രത്യേകതര ശബ്ദം പുറപ്പെടുവിച്ച് അവയെ ദൂരെ നിർത്തി. ഈ കാഴ്ച കണ്ട് ബ്രിട്ടീഷുകാർ അത്ഭുത സ്തബ്ധരായി നിന്നു. അവസാനം ദുർഘടമായ വഴിയും വന്യമൃഗങ്ങളെയും കടന്ന് തങ്ങൾ കാട് കീഴടക്കിയിരിക്കുന്നു എന്ന് ബ്രിട്ടീഷുകാർ തിരിച്ചറിഞ്ഞു. ഇത്രയും വലിയൊരു ലക്ഷ്യം കീഴടക്കിയത് കരിന്തണ്ടൻ ഉള്ളത് കൊണ്ടാണ് എന്നത് ബ്രിട്ടീഷുകാരുടെ ഉള്ളിലെ സ്വാർത്ഥത ദേഷ്യമായി മാറി. അതവരെ കരിന്തണ്ടനെ ഇല്ലാതാക്കുന്നതിലേക്ക് വഴിതെളിച്ചു. കാരണം ഇതിൻ്റെ എല്ലാം ചരിത്രത്താളുകൾ രേഖപ്പെടുത്തുമെന്ന് അവർക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ കറുത്ത ഒരു ആദിവാസിയാണ് എന്നുള്ളത് അവർക്ക് അംഗീകരിക്കാവുന്ന ഒന്നല്ലായിരുന്നു. അതുകൊണ്ട് ലക്കിടിയിൽ വെച്ച് ബ്രിട്ടീഷ് മേധാവി കരിന്തണ്ടനെ നേർക്ക് വെടിയുതിർത്തു. എന്നാൽ ആ തിര കരിന്തണ്ടൻ്റെ രോമത്തിൽ പോലും സ്പർശിച്ചതേയില്ല. കരിന്തണ്ടനെ വധിക്കാൻ സാധിക്കാത്തത് കരിന്തണ്ടൻ്റെ വലം കൈയിലുള്ള ഗോത്രവളയുടെ ശക്തി കാരണമാണ് എന്ന് നാട്ടുപ്രമാണിമാരിൽ ഒരാൾ പറഞ്ഞപ്പോൾ അതെങ്ങനെയെങ്കിലും കൈക്കലാക്കി കരിന്തണ്ടനെ ഇല്ലാതാക്കണമെന്ന് ബ്രിട്ടീഷ് മേധാവി നിശ്ചയിച്ചു. ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും മാത്രമേ ഗോത്രവള ഊരി വയ്ക്കാറുള്ളൂ എന്ന് മനസ്സിലാക്കിയ മേധാവി അതിനുവേണ്ടി തൻ്റെ വിശ്വസ്തരെ ഏർപ്പാടാക്കി. അങ്ങനെ ഒരു ദിവസം നദിയിൽ കുളിക്കാനിറങ്ങിയ കരിന്തണ്ടൻ്റെ ഗോത്രവള അവർ കൈക്കലാക്കി. ഗോത്രവള നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ് മാനസികമായി തളർന്ന കരിന്തണ്ടനെ കാടിൻ്റെ മറവിൽ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊലപ്പെടുത്തി. മുഴുവൻ ഊരുമക്കളെയും വിറങ്ങലിപ്പിച്ചൊരു വാർത്തയായിരുന്നു അത്. വന്യമൃഗം ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് പണിയർക്കു തന്നെ മൃതദേഹം വിട്ടുകൊടുത്തു. മലമുകളിലുള്ള ആദിവാസികളുടെ ശ്മശാനത്തിൽ ആ ജനനായകൻ എരിഞ്ഞടങ്ങുമ്പോൾ ചുരം പണിയാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ബ്രിട്ടീഷുകാർ. കാലം അങ്ങനെ മുന്നോട്ട് നീങ്ങി.
ബ്രിട്ടീഷുകാർ താമരശ്ശേരി ചുരം പണിതു തീർത്തു. വനവിഭവങ്ങൾ വലിയ തോതിൽ കൊള്ളയടിക്കപ്പെട്ടു. നേതാവ് നഷ്ടമായ ഗോത്രവർഗം പ്രതികരണശേഷിയില്ലാതെ ഭയന്നു കഴിഞ്ഞു. പക്ഷെ തൻ്റെ അരും കൊലയുടെ പ്രതികാരം ചെയ്യാൻ കരിന്തണ്ടൻ്റെ ആത്മാവ് ആ മലയിടുക്കുകളിൽ അലഞ്ഞു നടന്നു. മല കയറി വരുന്ന കാളവണ്ടികൾ കൊക്കയിലേക്ക് പതിക്കുന്ന നിത്യസംഭവമായി. വണ്ടികളുടെ പുറകിൽ ചങ്ങലയുടെ ശബ്ദവുമായി ഒരു ഭ്രാന്തൻ്റെ അലർച്ചയോടുകൂടിയുള്ള രൂപം വരുന്നതും അത് കണ്ട് ഭയചകിതരായി ആളുകൾ അപകടത്തിലേക്ക് പോകുന്നത് സ്ഥിരം സംഭവമായി. പിന്നീട് അങ്ങോട്ട് ഭയന്നുണ്ടായ അപകടങ്ങളുടെ പരമ്പരയായിരുന്നു. അത് കാലങ്ങളോളം നീണ്ടുനിന്നു. അങ്ങനെ ഒരിക്കൽ വയനാടിൻ്റെ രക്ഷകനായിരുന്നവൻ വയനാടിൻ്റെ ഭയമായി മാറി. കാലങ്ങൾക്ക് ശേഷം ദൂരെ നിന്ന് വന്ന ഒരു സിദ്ധൻ ദിവസങ്ങളോളം നീണ്ട മന്ത്രവിധിക്കൊടുവിൽ ദുർമരണം സംഭവിച്ച കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഒരു ചങ്ങലയിൽ ആവാഹിച്ച് മരത്തിൽ തളച്ചു. ഇന്നും നാം കാണുന്ന ചുരം അവസാനിക്കുന്ന ലക്കിടിയിൽ ചങ്ങല മരത്തിൽ കരിന്തണ്ടൻ വിശ്രമിക്കുന്നു. ഈ പറഞ്ഞതിനൊന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ തെളിവുകളില്ല. വയനാടൻ ഊരുമക്കളുടെ വാമൊഴി മാത്രം. എന്നാൽ പിന്നീട് അങ്ങോട്ട് പലതും മാറി മറഞ്ഞു. കരിന്തണ്ടനെ ബന്ധിച്ച ചങ്ങലമരത്തിന് സമീപം വിളക്കുകൾ തെളിഞ്ഞു. ഭണ്ഡാരം സ്ഥാപിക്കപ്പെട്ടു. ആ വഴി പോകുന്നവർ അവിടെ ഇറങ്ങി പ്രാർത്ഥിക്കാനും അനുഗ്രഹം വാങ്ങാനും തുടങ്ങി. അതെ, അങ്ങനെ കരിന്തണ്ടൻ മൂപ്പൻ പിന്നീട് എല്ലാവരുടെയും കരിന്തണ്ടൻ മുത്തപ്പനായി. മുത്തപ്പന് കൂട്ടായി മുനീശ്വരനും കുട്ടിച്ചാത്തനും വന്നിരിക്കുന്നു. അങ്ങനെ കരിന്തണ്ടനെ ആവാഹിച്ച ചങ്ങലമരം കാവായും പിന്നീട് ക്ഷേത്രമായും മാറി. വർഷത്തിലൊരിക്കൽ ഇവിടെ പൂജിക്കാൻ തന്ത്രിമാർ വരുന്നു. അങ്ങനെ ആദ്യം വയനാടിൻ്റെ ഭയമായി മാറിയവൻ ഇപ്പോൾ ജനങ്ങളുടെ ആരാധനാമൂർത്തിയായിരിക്കുന്നു. കരിന്തണ്ടൻ മുത്തപ്പനായിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പിന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുതേ.